ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു. നിരവധി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ വ്യാപാരം കൂടുതൽ ശക്തിപ്പെടും. കരാറിന് ഉടൻ അന്തിമ രൂപം നൽകുമെന്നും ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് കോടികളുടെ ചരക്കുകളാണ് ഓരോ വർഷവും ഇറക്കുമതി ചെയ്യുന്നത്. ഇരുമ്പ്, ഉരുക്ക്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, വൻകിട മെഷീനറികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. തിരിച്ച് ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണയുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളും എത്തുന്നുമുണ്ട്. ഇതിനു പുറമെ ഒമാനിൽ നിരവധി ഇന്ത്യക്കാർ വൻകിട നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 6000-ൽ പരം ഇന്ത്യ ഒമാൻ സംയുക്ത നിക്ഷേപമുണ്ടെന്നാണ് വിലയിരുത്തൽ. 7.5 ശതകോടി ഡോളറാണ് ഇത്തരം നിക്ഷേപങ്ങളുടെ മൂല്യം. സോഹാർ, സലാല ഫ്രീ സോണുകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന നിക്ഷേപമുള്ളതും ഇന്ത്യൻ കമ്പനികൾക്കാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ വലിയ പ്രതീക്ഷ നൽകുന്നത്. UK, we are in negotiations at an advanced stage with Oman, almost finalized, with the European Union and USA making fast progress, with Peru and Chile, countries which do not threaten India as a competitor but actually complement our own strengths. ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാരം കൂടുതൽ ശക്തമാകും. കഴിഞ്ഞ വർഷം ഇന്ത്യ സന്ദർശിച്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ച് ഈ കൂടിക്കാഴ്ചയിൽ വിശദമായ ചർച്ച നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തുടർ നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.